ഇലാഹായ പൂരാനോട് ഈരവും പകലും തേടി ഹലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. എന്നോടൊപ്പമുള്ളത് തേജ എന്ന ഒരു അനുഗ്രഹീത കലാകാരിയാണ്. ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. SSLC-യിൽ ഫുൾ A+ കിട്ടിയ അത് വലിയൊരു സന്തോഷത്തിന് മാത്രമുള്ള ഒരു വഴിയൊക്കെ ഉണ്ടോ? ഞാൻ 10 തുടങ്ങിയപ്പോൾ തന്നെ കലാമേളയായിട്ട് കുറേ ക്ലാസ്സൊക്കെ മിസ്സായി. അങ്ങനെ സ്റ്റേറ്റ് വരെ എത്തിയിട്ടുണ്ട്. കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാണ് കിട്ടിയത്. സ്റ്റേറ്റിൽ മത്സരത്തിലേക്ക് സെലക്ഷൻ കിട്ടിയ സമയത്ത് ഒരുപാട് ക്ലാസ് മിസ്സായിട്ടുണ്ടാവും. കുറേ ക്ലാസ് മിസ്സായി. ആ ക്ലാസ്സൊക്കെ മിസ്സായെങ്കിലും പഠിച്ചെടുത്ത് A+ വാങ്ങി എന്നുള്ളതാണ്. തേജ കുഞ്ഞുനാളിലെ പാട്ട് പഠനം തുടങ്ങിയിട്ടുണ്ട്. കൈരളിയുടെ കുട്ടിപ്പട്ടുമാലിൽ പങ്കെടുത്തിട്ടുണ്ട്. തേജയുടെ ഓർമ്മയിൽ എന്ന് മുതലാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്? 3-ാം വയസ്സ് തന്നെ പാടുന്ന അച്ഛനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേൾക്കാം. അച്ഛൻ കീബോർഡിസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ അച്ഛന്റെ കൂടെ പിയാനോ വായിക്കുമ്പോൾ ഞാൻ താളത്തിന് പാടുന്ന അച്ഛൻ ഇങ്ങനെ പറയുണ്ടായിരുന്നു. കുട്ടിപ്പട്ടുമാലിലേക്ക് എത്തിയത് എങ്ങനെയാണ്? കോഴിക്കോട് വെച്ച് ഓഡിഷൻ ഉണ്ടെന്ന് അച്ഛന്റെ ഫ്രണ്ട് ജംഷാദ് മാമൻ അവര് അങ്ങനെ അച്ഛനെ നിർബന്ധിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി. എവിടെ വെച്ചായിരുന്നു? കോഴിക്കോട് വെച്ച്. ഫസ്റ്റ് ഓഡിഷനിൽ തന്നെ സെലക്ഷൻ കിട്ടി. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. ഓഡീഷനിൽ സെലക്ഷൻ കിട്ടി. അതൊക്കെ ഓർമ്മയുണ്ട് ഇപ്പൊ മനസ്സിൽ? അന്നത്തെ ഓർമ്മകൾ ഒന്നും ഓർമ്മയില്ല. തിരുവനന്തപുരത്ത് പോയി ഫ്ലോറിൽ കയറി പാടിയതൊക്കെ ഓർമ്മയുണ്ടോ? ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. എന്താണ് ഓർമ്മകള്? അമ്മ റൗണ്ട് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് പാടാൻ ഭയങ്കര പേടി, സ്റ്റേജ് ഫിയർ. പാട്ടൊക്കെ പഠിപ്പിച്ചു വിട്ട് അവിടെ എത്തിയപ്പോ അമ്മ വേറെ പാട്ട് പാടി. അങ്ങനെ എനിക്ക് എന്തൊക്കെ സങ്കടമായി. ഞാനും കരഞ്ഞു. ഫ്ലോറിൽ വെച്ച് കരഞ്ഞു? ഫ്ലോർ വെച്ച്. കുട്ടിപ്പട്ടുമാലിൽ പങ്കെടുത്ത് അതിന്റെ ഫൈനലിലേക്കൊന്നും പോയില്ല? അത് ഞാനത് ഭയങ്കര ചെറുതായിരുന്നല്ലോ. പിന്നെ ഗസൽ റൗണ്ട് ഒക്കെയാണ് വരാനുള്ളത്. അങ്ങനെ ഫൈനലിലേക്ക് വിളിക്കാൻ പറഞ്ഞു. ഫൈനലിലേക്ക് വിളിച്ചു, പാടാൻ വേണ്ടി വിളിച്ചു. ഗസൽ റൗണ്ട് ഒക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ. പാട്ട് പഠനത്തെ കുറിച്ചൊന്ന് പറയും. എത്രാം വയസ്സ് മുതൽ എങ്ങനെയാണ് പാട്ട് പഠനം തുടങ്ങിയത്? 2ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് പാട്ടിൽ പഠിക്കാൻ തുടങ്ങിയത്. അത് നാട്ടിൽ തന്നെ ഷബ്ന ടീച്ചർ, ഷബ്ന സുധീർ എന്നാണ് മിസ്സിന്റെ പേര്. പിന്നെ തുടർച്ചയായിട്ട് 10 വർഷം അങ്ങനെ മിസ് നന്നായിട്ട് പഠിപ്പിക്കും. പിന്നീട് പാട്ടിന്റെ വളർച്ച എങ്ങനെയായിരുന്നു? അച്ഛൻ പ്രോഗ്രാമിന് കൊണ്ടുപോയിരുന്നു. ഈ ഫാസ്റ്റ് നമ്പർ സോങ് ഒക്കെ പാടുമ്പോൾ പെർഫോം ചെയ്യാൻ എനിക്ക് ഭയങ്കര മടി. എത്ര പറഞ്ഞാലും ഭയങ്കര മടിയാണ്. 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയി, സ്കൂളൊക്കെ പൂട്ടി. കുറേ കാലം ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. അന്ന് പ്രോഗ്രാമൊന്നുമില്ല. പ്രോഗ്രാം ഇല്ലാണ്ടായി, മൊത്തം അങ്ങ് പൂട്ടിയല്ലോ. പിന്നെ ഒരു ദിവസം എൻ്റെ ഒരു കുടുംബക്കാരെ കല്യാണത്തിൻ്റെ അന്ന് അവിടുന്ന് എല്ലാവരും പാട്ട് പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ പാടി. അന്ന് എനിക്കെന്തോ പെർഫോം ചെയ്യാൻ തോന്നി. അന്ന് പെർഫോം ചെയ്തു. പിന്നെ അങ്ങോട്ട് ഫുള്ള് പെർഫോം ചെയ്താണ്. हर कोई चाहे मुझसे मिलना अकेला. അപ്പൊ തേജ ഒരു പെർഫോമർ ആയിക്കൊണ്ട് പാടിയ പാട്ടാണ് ഇപ്പം പാടിയിട്ടുള്ളത്. അതിനു മുമ്പേ തന്നെ 2ാം ക്ലാസ് മുതൽ സംഗീതം പഠിക്കുന്ന ആ കാലഘട്ടം മുതൽ തന്നെ സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ടാവും. അന്ന് സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ ഏതായിരുന്നു? അന്ന് ഞാൻ ആകെ 2-3 പാട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടാവുള്ളൂ. അതാണ് ഏത് സ്റ്റേജിൽ പോയാലും പാടുക. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം, കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. ഈ പാട്ടും പാടെങ്കിലും എൻ്റെ മാസ്റ്റർ പീസ് പറഞ്ഞാൽ വേറൊരു പാട്ടാണ്. അയലത്തെ വീട്ടിലെ കല്യാണ പെണ്ണിനെ പറഞ്ഞ പാട്ട്. അത് എവിടെ ചെന്നാലും ആൾക്കാർ എന്നെ കൊണ്ട് പാടിപ്പിക്കുന്ന ഒരു പാട്ടാണ്. അയലത്തെ വീട്ടിലെ കല്യാണ ചെക്കനെ കൊതിയോടെ എന്നും ഞാൻ നോക്കിയില്ലേ, അങ്ങാടിത്തെരുവിൽ പാതിരമെത്തയിൽ തഞ്ചത്തിൽ എന്നെ നീ മയക്കിയില്ലേ, ഇന്നെൻ്റെ ഹൃദയത്തിൽ പാലാഴിക്കടവിൽ പൊട്ടിയ വളകിലുക്കം. ഓ അയലത്തെ വീട്ടിലെ കല്യാണ ചെക്കനെ കൊതിയോടെ ഇന്നും ഞാൻ നോക്കിയില്ലേ, കല്യാണത്തെരുവിൽ പാതിരമെത്തയിൽ തഞ്ചത്തിൽ എന്നെ നീ മയക്കിയില്ലേ. തേജ ഇപ്പം നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ തന്നെയും ഒരുവിധം എല്ലാ സ്റ്റേജിലും കാണാറുണ്ട്. പലപ്പോഴും ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കാറുണ്ട്, സിംഗർ എന്നുള്ള രീതിയിൽ. ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് പെർഫോം എന്നുള്ള രീതിയിൽ ഒരു കല്യാണ വീട്ടിലൊക്കെ പാടിയത്. പിന്നീട് എങ്ങനെയാണ് ആ പാട്ടിൻ്റെ വളർച്ച എന്ന് പറഞ്ഞത്? പിന്നെ പ്രോഗ്രാം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ പെർഫോം ചെയ്താണ്ട് പാടാൻ തുടങ്ങി. പുതിയ പാട്ടുകൾ സെലക്ട് ചെയ്ത് പഠിച്ചു. പ്രോഗ്രാം ഒരുപാട് കിട്ടി. ഞാൻ മെയിനായിട്ട് ഫീമെയിൽ സിംഗറായിട്ട് പോകാൻ തുടങ്ങിയത് 8th പഠിക്കുമ്പോഴാണ്. പിന്നെ ഫുൾ ഫീമെയിൽ സിംഗറായിട്ട് ഒരുപാട് പ്രോഗ്രാമിന് പോയി, സ്റ്റേറ്റിൽ കിട്ടി.
അങ്ങനെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പഠനകാലത്ത് മത്സരങ്ങളിൽ എന്തൊക്കെ പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്? ഞാൻ മെയിനായിട്ട് മാപ്പിളപ്പാട്ടിനായിരുന്നു പോകാറുള്ളത്. മാപ്പിളപ്പാട്ടിലാണ് എനിക്ക് ഒരുപാട് പ്രൈസ് കിട്ടിയത്. സബ് ജില്ല LP പഠിക്കുമ്പോൾ ശബരിമലയിൽ പോകാൻ വേണ്ടി മാലിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാപ്പിളപ്പാട്ടിന് സബ് ജില്ലയിൽ പോയപ്പം അവിടെ ടീച്ചർ, ഞാൻ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടാണല്ലോ, വേറെ സ്കൂളിലെ ടീച്ചർമാർ കണ്ടു, ഓരെന്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാടി, എനിക്ക് തന്നെ ഫസ്റ്റും കിട്ടി. അപ്പൊ ശബരിമലയിൽ പോകാൻ വേണ്ടി ഡ്രസ്സ് ഇട്ട അതേ കറുപ്പ് ഡ്രസ്സ് വേഷത്തില് പാട്ട് പാടി? അതല്ല, ഞാനന്ന് മാപ്പിളപ്പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഞാനന്ന് വിദ്യാനികേതനിലാണ് പഠിച്ചിരുന്നത്. അന്ന് ഞാൻ നമസ്തേ എന്നാണ് ഞാൻ പോയി പറഞ്ഞത് ആദ്യം തന്നെ. അപ്പം കിട്ടൂലെന്ന് ഉറപ്പായി. പക്ഷെ ആരാണ് മാപ്പിളപ്പാട്ട് പഠിപ്പിച്ചു തന്നിരുന്നത്? അന്നൊക്കെ ഞാൻ യൂട്യൂബ് നോക്കി എന്നാ അച്ഛനും പെർഫെക്റ്റ് ആക്കി തരും. അപ്പൊ സബ് ജില്ല വരെ അന്ന് പോയി. ജില്ലയിലേക്ക് എപ്പോഴാണ് എത്തിയത്? UP പഠിക്കുമ്പോൾ ജില്ലയിലെത്തി. സംസ്കൃതം ലാംഗ്വേജ് അടുത്തത്. അപ്പൊ സംസ്കൃതത്തിൽ ഒരുപാട് പ്രോഗ്രാം ഉണ്ടാവും, അതിനൊക്കെ പ്രൈസ് കിട്ടി. ഈ മാപ്പിളപ്പാട്ടിലേക്ക് എങ്ങനെ എത്തിയത്? കുട്ടിപ്പട്ടുമാല തന്നെയാണ് മാപ്പിളപ്പാട്ടിലേക്ക് എത്തിച്ചത്. ഹൈസ്കൂൾ തലത്തിലെത്തിയപ്പോഴോ? ഹൈസ്കൂൾ ആകുമ്പോൾ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും, അങ്ങനെ ഭയങ്കര പേടിയൊന്നും കിട്ടുമില്ലേ. പക്ഷെ സ്കൂളിൽ കിട്ടും, അത് കഴിഞ്ഞ് ജില്ലയിലും കിട്ടും, സ്റ്റേറ്റിൽ കിട്ടി. ഇപ്പൊ 2 വട്ടം സ്റ്റേറ്റ്. അത് 9th-ന്നും 10th-ന്നും A ഗ്രേഡോടുകൂടി മാപ്പിളപ്പാട്ടിന് കിട്ടി. സംസ്കൃത ലാംഗ്വേജില് സംസ്കൃത ഗാനത്തിന് സംസ്കൃതം അഷ്ടപതി ജില്ല വരെ പോയി, പിന്നെ സ്റ്റേറ്റിലേക്ക് എത്തിയില്ല. തേജക്ക് ഓർമ്മ വെക്കുന്നതിന് മുമ്പ് തന്നെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ കൈരളിയുടെ കുട്ടിപ്പട്ടുമാലിൽ പങ്കെടുത്തു. പിന്നീട് കോമഡി ഉത്സവം പങ്കെടുത്തു. വ്യത്യസ്ത ആളുകളുടെ ശബ്ദത്തിൽ പാടുന്നതാണ് കണ്ടത്. എങ്ങനെയാണ് ആ ഒരു വേദിയിലേക്ക് എത്തിപ്പെടുന്നത്? അത് ഫ്ലവേഴ്സിൽ മിഥുൻ ചേട്ടനുള്ള ടൈമിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നു പോകാൻ വേണ്ടി. പക്ഷെ പാട്ട് ആ ഫ്ലോറിന് ആവശ്യമില്ല, വൈറലായിട്ട് എന്തെങ്കിലുമാണ് അവർക്ക് ആവശ്യമുള്ളത്. അങ്ങനെ ഞാൻ 3-4 ഗായികമാരുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു ദിവസം കോഴിക്കോട് വെറുതെ ഒന്ന് പോയതായിരുന്നു. അപ്പോൾ ഓഡിഷൻ ഉണ്ട് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് ചെയ്തു നോക്കി. ഒരു വിളിച്ചു, അങ്ങനെ ഫ്ലോറിൽ പോയി ചെയ്തു. ആരുടെയൊക്കെ വോയിസിലാണ് പാടിയിരുന്നത്? അന്ന് ജാനകി അമ്മ, വൈക്കം വിജയലക്ഷ്മി ചേച്ചി, മഞ്ചരി ചേച്ചി. എങ്ങനെയാണ് അവരുടെയൊക്കെ സ്വരങ്ങൾ ഒരു മിമിക്രി പോലെ പഠിച്ചെടുത്തത്? എങ്ങനെയാണ്? ഓരോ പാട്ട് കുറെ കേൾക്കും, ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഏകദേശം ഒന്ന് കറക്റ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഓക്കെ ആക്കും. എൻ്റെ സൗണ്ട് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു സൗണ്ടാണ്. അപ്പോൾ വിജയലക്ഷ്മി ചേച്ചിയുടെ വോയിസ് എനിക്ക് ഭയങ്കര എളുപ്പത്തിൽ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റി. ഞാൻ ഈ കോമഡി ഉത്സവത്തിന് മുന്നേ ജസ്റ്റ് വെറുതെ ഒന്ന് പാടിയൊക്കെ ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊക്കെ വോയിസ് ഉള്ള പോലെ തോന്നി. അപ്പൊ അത് ഫിക്സ് ചെയ്തു. ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ, പൈതൽ പോലെ തോളും മേലെ നിന്നെ തൂക്കിപ്പോയിടുന്നോൻ. ആരോരും കണ്ടതില്ല, ആരുമേ കേട്ടതില്ല, ഗംഗയെത്താൻ തേടിക്കൊണ്ട് തന്നെ താനെ ചുമന്ന് ശിവലിംഗം നടന്നു പോകുന്നു. പിന്നെ ജാനകി അമ്മയുടെ വോയിസ് ഭയങ്കര കുട്ടി വോയിസ് ആണല്ലോ, അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ട് ചെയ്യുന്നു ചെയ്യാൻ. അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്താണ് അതും ഒന്ന് ലെവലാക്കിയത്. ആഴക്കടലിൻ്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെൻ്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ, കണ്ണിലായി എണ്ണയൊഴിച്ചു കൊണ്ടെത്ര നാൾ കാത്തിരുന്നു ഞാനിരുട്ടിൽ, ഇന്നെൻ്റെ മൺകുടിൽ മുന്നിലെ തിണ്ണയിൽ പൊന്നായി മിന്നും വിളക്കേ. പിന്നെ മഞ്ചരി ചേച്ചിയുടെ പാട്ട് കേട്ട് തന്നെയാണ് റെഡിയൊക്കെ. അന്ന് മിഥുൻ ചേട്ടനല്ലായിരുന്നു, രചന ചേച്ചി ചെയ്യുന്ന അന്ന് ആങ്കർ. അവിടെ ചെന്നപ്പോൾ ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക്, അപ്പോൾ ഒരു ചീത്ത പറഞ്ഞു. അതെനിക്ക് ഭയങ്കര വിഷമമായി. അന്ന് വേഗം പോരണം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അവിടുന്ന് ട്രൈ ചെയ്തു, പിന്നെ പ്രാക്ടീസ് ചെയ്തു, പിന്നെ ഫ്ലോറിൽ കയറി. ഏത് സ്കൂളിൽ നിന്നാണ് കൂടുതൽ പ്രോത്സാഹനം കിട്ടിയിട്ടുള്ളത്? ഞാൻ ഒരു 4-5 സ്കൂൾ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്കൂളിലും നല്ല സപ്പോർട്ടായിരുന്നു, ടീച്ചേഴ്സ് ആണെങ്കിലും. പക്ഷേ കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് PTMHS കൊടിയത്തൂർ. അവിടുത്തെ കലാമേള എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഉത്സവമാണ്. സബ് ജില്ലയാണെങ്കിലും അവിടുത്തെ ടീച്ചേഴ്സാണ് ഭയങ്കര സപ്പോർട്ട്. പ്രാക്ടീസ് ചെയ്യാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരും. അതിപ്പോൾ സിംഗിൾ ആണെങ്കിലും ഗ്രൂപ്പ് ആയിട്ടാണെങ്കിലും എല്ലാത്തിനും. സബ് ജില്ലയ്ക്ക് ഐറ്റംസ് ഉണ്ടാകുമ്പോൾ കുറേ ക്ലാസ് മിസ്സാവും, പക്ഷെ അതിന് ക്ലാസ് എടുത്ത് തരാനും ടീച്ചേഴ്സൊക്കെ റെഡി ആയി നിൽക്കും. ഷമീർ സാർ, നിസാം സാർ, വിദ്യാ മിസ്, ഇവർ 3 പേരാണ് കൂടുതലായിട്ട് കലാമേളയായിട്ട് ബന്ധപ്പെട്ട് എന്നെ കുറേ ഹെൽപ്പ് ചെയ്തത്. സ്റ്റേറ്റ് ലെവലിൽ കൊണ്ടുപോകാൻ ഷമീർ സാറും സലീം സാറും ആണ് കൂടുതൽ കഷ്ടപ്പെട്ട്. അന്ന് സ്റ്റേറ്റ് കലോത്സവത്തിൽ കോഴിക്കോട് വെച്ച് കഴിഞ്ഞ വർഷം. വിദ്യാ മിസ് ആണെങ്കിൽ പ്രെയറിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, കുട്ടികളെ സെലക്ട് ചെയ്യുക, കുറെ കഷ്ടപ്പെടണോ, എല്ലാ കാര്യങ്ങളും മിസ്സാണ് നോക്കല്. മിസ്സിന് പാട്ടിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതേപോലെ ഷമീർ സാറ്, നിസാം സാറ്
പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ടീച്ചേഴ്സാണ്. കലാമേളേൻ്റെ ടൈമിൽ ഒപ്പനയ്ക്കാണ്ടായിരുന്നു പാടാൻ. ഫൈസൽ കനമൻ എന്ന് പറഞ്ഞ സാറാണ് ഒപ്പന പഠിപ്പിക്കാൻ വേണ്ടി വന്നത്. സബ്ജക്റ്റിലേക്ക് ആരെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു സാറ്. അപ്പം ഞാൻ പറഞ്ഞു ഞാനാ പോകുന്നതെന്ന്. പാട്ട് ചെയ്തെടുത്ത് ഞാൻ യൂട്യൂബ് നോക്കിയാണ് എല്ലാ സബ്ജക്റ്റിലും പോയത്. പിന്നെ സാറ് പറഞ്ഞു സാറിൻ്റെ ഒരു പാട്ടുണ്ട്. ഇപ്പോൾ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സബ്ജില്ലയ്ക്ക് വേണ്ടി പഠിച്ചു. അങ്ങനെ സബ് ജില്ലയിൽ ഫസ്റ്റ് കിട്ടി, ജില്ലയിൽ ഫസ്റ്റ് കിട്ടി, പിന്നെ സ്റ്റേറ്റ് വരെ എത്തി. അന്ന് സാറിനോട് ഭയങ്കരമായിട്ട് നന്ദി പറയണം. 8ാം ക്ലാസ്സിലേക്ക് എത്തിയ സമയത്ത് PTMHSലെ ടീച്ചേഴ്സിന് അറിയോ തേജ എന്ന് പറഞ്ഞൊരു കുട്ടി ഇവിടെ ചേർന്നിട്ടുണ്ട്, അവർക്ക് പാടുന്ന കുട്ടിയാണെന്നുള്ളതൊക്കെ? 8ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗണിൻ്റെ ടൈമാണ്. അന്ന് സ്കൂളൊന്നും തുറന്നില്ല, നമുക്ക് ഓൺലൈനായിട്ടാണ് ക്ലാസ്. അപ്പോൾ ഈ പാട്ട് പാടുന്ന കുട്ടിയുണ്ട്, തേജ എന്നാണ് പേര്. അങ്ങനെയൊക്കെ കുറച്ച് ടീച്ചേഴ്സ് അറിഞ്ഞു. അങ്ങനെ അവർ കോണ്ടാക്ട് ചെയ്തു. പിന്നെ ചാനലിടാൻ വേണ്ടി കുറേ പാട്ടൊക്കെ എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരും. ഇവർ കണ്ടുപിടിക്കും ആരൊക്കെയാണ് കഴിവുള്ളവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ആദ്യമായിട്ടൊരു ഗസ്റ്റ് റോളിൽ എവിടെയൊക്കെ പോയത്? നാട്ടിലൊക്കെ ഒരുപാട് ഗസ്റ്റായിട്ട് വിളിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഞാൻ UP സ്കൂളിൽ പഠിച്ച SKUP എന്നാണ് പേര്, കൊടിയത്തൂര്. അവിടെ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു, ഉദ്ഘാടനം ചെയ്തു. ഭയങ്കര സന്തോഷം. അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പി. അതേപോലെ മുക്കം ഓർഫണേജ്, പൊയ്യയിൽ ഹിൽ ടോപ്പ് പറഞ്ഞ സ്കൂള്, ഇങ്ങനെ നാട്ടിലുള്ള ഏകദേശം സ്കൂളിലൊക്കെ എന്നെ വിളിച്ചു. എവിടെ ചെന്നാലും എന്നെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് ഭയങ്കര സന്തോഷമാണ്, എല്ലാവരും തിരിച്ചറിയുന്നു. മസ്ജിദുള്ള മുഴുകി മിസ്കി ഹാറുൻ മനദിലദ്രപമദു നബിയൂർ ഖൈറിൻ മുഷിപാലെ പശപശിയാലെ വസമശിഗത്തിൽ മണിമക്കറബഷ്കയും മിഷിപിടെ കരൽ പൊട്ടി നബിയൂരിൽ കേണേ മനം കലങ്കിടും ഹാറുൽ മൂന വീരുതണ ദുആയാ. തേജ ഒരുപാട് വേദികളിൽ പോയിട്ടുണ്ട്, ഒരുപാട് സ്റ്റേജ് പരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയത്തക്ക എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഒരുപാട് വേദി കിട്ടാറുണ്ട്, പക്ഷെ കുറച്ചൊക്കെ ഒഴിവാക്കും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാരണം കൊണ്ട്. എന്നാലും എനിക്ക് ഓർക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നിയൊരു വേദിയാണ് ബാപ്പു വാവാട് സാറിന്റെ പാട്ട് എന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പറഞ്ഞ അമർ അക്ബർ അന്തോണിത്തെ പാട്ട് സാറിന്റെ മുമ്പ് വെച്ച് തന്നെ എനിക്ക് പാടാൻ സാധിച്ചു. ശ്രേയ ജയദീപാണ് പാടിയത്. പാട്ട് പാടി കഴിഞ്ഞാൽ സാറിൻ്റെ അടുത്ത് വന്നു, കുറേ സംസാരിച്ചു, വളരെ നന്നായിരുന്നു ഒക്കെ പറഞ്ഞു. പാട്ട് ഇനി കണ്ടിന്യൂ ചെയ്യണം, പാട്ട് തുടരണം, നിർത്തരുത്, നല്ല ഭാവിയുണ്ടൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരി ചോരുമുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ടു പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവള്ളിലൊന്നു തൊട്ടു, 2ാം നാളെൻ്റെ ജീവനമൊട്ടവനെന്തേ വന്നു കട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടിട്ടു. തേജയായിട്ട് നമ്മൾ ഈ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തേജ ഒരുപാട് പാട്ട് എനിക്ക് പാടിത്തന്നു. ഞാൻ പറഞ്ഞ പാട്ടുകളിൽ കൂടുതലും പാടിത്തന്നു എനിക്കിഷ്ടം മെലഡി കേൾക്കാനാണ്. തേജ പാടിത്തന്നത് മെലഡിയാണ്. ഇപ്പോൾ നമ്മുടെ സംസാരത്തിൻ്റെ ഇടയിൽ വന്നതും ഒരുപാട് ആ രീതിയിലുള്ള സ്ലോ പാട്ടുകളാണ്. എന്നാൽ അതേസമയം ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷനിൽ പെട്ട ഒരു കുട്ടിയായതുകൊണ്ട് ഫാസ്റ്റ് നമ്പർ നന്നായി വഴങ്ങാൻ സാധ്യത ഉണ്ടാവും തേജയ്ക്കല്ലേ? ഞാൻ പ്രോഗ്രാമിന് പോകുമ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ ഉണ്ടാവല്. അപ്പോൾ അവർ 2 മെലഡി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഫാസ്റ്റിലേക്ക് പിന്നെ അവർക്ക് ഡാൻസ് ഓഫ് ചെയ്യേണ്ടി വരും. പിന്നെ ഫുള്ള് ഫാസ്റ്റ് നമ്പർ അങ്ങനെ പാടി പാടി വഴങ്ങി. പിന്നെ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻറ്റ് ഫാസ്റ്റ് നമ്പറിലായി. ആഴ്ചകൾ തോറും പുതിയ പുതിയ ഫിലിംസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ പാട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പുതിയ ഇറങ്ങിയൊരു പാട്ട് പഠിച്ചാൽ തന്നെ 2 മാസമൊക്കെ നിൽക്കുള്ളൂ. ഉദാഹരണം നമ്മുടെ പാലാപ്പള്ളി, മോഹമുന്തിരി വാറ്റിയരാവ്, റാറാറക്കമ്മ, ഇതൊക്കെ ഔട്ടായി പോയി. ഇപ്പോൾ കളിക്കുന്ന വെച്ചാൽ ആവേശത്തെ ഇലുമിനാറ്റി എന്ന സോങ് ആണ്. ഇപ്പോൾ എവിടെ ചെന്നാലും ആ പാട്ടില്ലാതെ ന്യൂജൻ കുട്ടികൾക്ക് നിൽക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ അടുത്ത പുതിയത് റിലീസാവും, അപ്പോൾ അതൊക്കെ എല്ലാവർക്കും വേണ്ടി വരാം. പക്ഷെ മെലഡി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും എപ്പോഴും നിൽക്കും. ചിത്ര ചേച്ചി ആവട്ടെ, യേശുദാസ് അങ്കിൾ ആവട്ടെ, എല്ലാവരുടെ പാട്ടും നമുക്ക് ഇപ്പോഴും ഭയങ്കര പ്രിയപ്പെട്ടതാണ്. വീട്ടിലാരൊക്കെ ഉള്ളത്? വീട്ടില് അമ്മ ഉണ്ട്, അച്ഛൻ, ഒരു അനിയത്തി ഉണ്ട്, അച്ഛമ്മയും ഞാൻ. അച്ഛനും അമ്മയൊക്കെ പാടുമോ? അച്ഛൻ കീബോർഡിസ്റ്റാണ്, പാടും ചെയ്യും. അമ്മ മൂളും, അനിയത്തി പാടും. ഇപ്പം ഇത്രയും നേരം എന്നോട് സംസാരിച്ച ആള് തേജ. സോഷ്യൽ മീഡിയയിൽ അത്രയും സജീവമാണ് തേജ. അതേപോലെ തന്നെ സ്കൂൾ കലോത്സവങ്ങളിൽ മിന്നുന്ന താരമാണ്. നാട്ടുപ്രദേശങ്ങളിലൊക്കെ ഒരു ഗസ്റ്റ് റോളും കൂടി കൈകാര്യം ചെയ്യുന്ന തേജ ഇപ്പോഴും കർണാടക സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉയരങ്ങളിലേക്ക് ഇനിയും ഒരുപാട് പോകാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ചിരിച്ചു, കളിച്ചു, പാട്ടുപാടി. നന്ദി, നമസ്കാരം.